ജോർജിയയിലെ ഈ നഴ്സിംഗ് പ്രോഗ്രാമിനെ പറ്റി പല അവഖ്യാതികളും നമ്മൾ നാട്ടിൽ കേട്ടു. നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ജോർജിയയിലെ ഈ നഴ്സിംഗ് പ്രോഗ്രാമിനെ പറ്റി പല അവഖ്യാതികളും നമ്മൾ നാട്ടിൽ കേട്ടു. ഒന്നാമത്തെ കാര്യം, ജോർജിയയിലെ നഴ്സിംഗ് പ്രോഗ്രാമിന് പ്രോപ്പർ അക്രഡേഷൻസ് ഇല്ല. അക്രഡേഷൻ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിചാരിക്കുന്ന കണക്കല്ല. ഓരോ കൺട്രിക്കും അവരുടേതായ സ്പെഷ്യലി റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ യു കെയുടെ കാര്യം എടുക്കണേ. യു കെയിൽ ക്ലിനിക്കൽ അവേഴ്സ് മിനിമം 3600 അവേഴ്സ് വേണം. നമ്മുടെ ജോർജിയയിലുള്ള ഞാൻ 2 യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യം എടുത്തോളാം. SCU യൂണിവേഴ്സിറ്റിക്ക് 5600 അവേഴ്സ് ക്ലിനിക്കൽ അവേഴ്സും, ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിക്ക് മോർ ദാൻ 5600 ആവും. അല്ലെങ്കിൽ ഇക്വലൻ ടു ദിസ്, ബിക്കോസ് ഈവൻ ദോ യു കെ കാട്ടി ഹയസ്റ്റ് ക്ലിനിക്കൽ അവേഴ്സ് ഉണ്ട്. ദെൻ നമ്മുടെ ക്രെഡിറ്റ്സ്, നമ്മുടെ ഈ പഠിക്കുന്ന ക്രെഡിറ്റ്സ് ക്ലിനിക്കൽ അവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്ത സിലബസ് നിങ്ങൾ എപ്പോഴും ലുക്ക് ത്രൂ ചെയ്യുക. കാര്യം എന്താ വെച്ചാൽ ഈ ക്ലിനിക്കൽ അവേഴ്സ് ഭയങ്കര മാറ്ററാണ് വെൻ ഇറ്റ് കംസ് ടു യൂറോപ്യൻ ലൈസൻസിങ് അതോറിറ്റി, നഴ്സിംഗ് ലൈസൻസ് അതോറിറ്റി. കാര്യം വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ജർമ്മനിയുടെ കാര്യം എടുക്കണമെങ്കിൽ അനർക്കനിങ്ങിന് സെട്രാക്ക് കിട്ടണമെങ്കിൽ, എൻ്റെ ഈ വിസയുടെ കാര്യം ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളും അനർക്കനിങ് സെട്രാക്ക് കിട്ടണമെങ്കിൽ ഈ സംഭവങ്ങൾ, നമ്മുടെ ഈ ക്ലിനിക്കൽ അവേഴ്സ് ആ ടൈമിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അത് കഴിഞ്ഞ് വരുമ്പോൾ എൻക്ലെക്സ് ആറിന് എഴുതുന്ന സമയത്ത് ഈ സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഈ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ആ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഉണ്ടാവും. അതിൻ്റെ അകത്ത് എടുത്ത് നോക്കുക, അതിൻ്റെ അകത്ത് അവർലി ഇതിൽ ഈ സംഭവങ്ങളെല്ലാം ഇത് ചെയ്തിട്ടുണ്ടോ. എന്നിട്ട് ഇതിനെ എടുത്ത് ChatGPT ഇങ്ങനെ ഇട്ട് കൺക്ലൂഡ് ചെയ്ത് നോക്കണം. ഇതെപ്പോഴും നിങ്ങൾ നോക്കിയിരിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരിക്കലും വിട്ടുപോകേണ്ട ഒരു സംഭവമല്ല. ഓക്കെ.